ഇടുക്കി ഇടമലക്കുടിയിൽ കിലോമീറ്ററുകളോളം വനത്തിലൂടെ വയോധികനെ ചുമന്നുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച സംഭവത്തിൽ ജില്ലാ ട്രൈബൽ ഓഫീസർ പട്ടികജാതി വകുപ്പ് മന്ത്രി കെ എ തുളസിക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി. റോഡുകളുടെ ശോചനീയാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് സർവ്വമേഖലകളിലും വികസനം എത്തിയെന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ അവകാശപ്പെടുമ്പോഴും ആദിവാസി ഊരുകളിലെ മനുഷ്യർ ഇന്നും നേരിടുന്നത് വലിയ ദുരിതം. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് 75-കാരനായ മാലയപ്പന് ജീവൻ തിരികെ ലഭിച്ചത്. കഠിനമായ പനിയും ശരീരവേദനയും ബാധിച്ച് അവശനായ വയോധികനെ കമ്പുകളിൽ തുണികെട്ടിയുണ്ടാക്കിയ തൊട്ടിലിൽ കിലോമീറ്ററുകളോളം വനത്തിലൂടെ ചുമന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 5 കിലോമീറ്റർ ചുമന്നിട്ടാണ് ഞങ്ങൾ ആനക്കുളം മെയിൻ റോഡിൽ എത്തിയത്. അത്യാവശ്യം ജീപ്പും ബസ്സൊക്കെ വരുന്ന റോഡാണ് ആനക്കുളം. ആനക്കുളത്ത് നിന്നൊരു 4 കിലോമീറ്റർ ദൂരമുള്ളൂ മേൻകുത്തിക്ക് പോകാൻ. മേൻകുത്തിക്ക് അത്ര കിലോമീറ്റർ ഉള്ളൂ. ഈ വഴിയൊന്ന് ഞങ്ങൾക്ക് തുറന്നു തന്ന ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾക്ക് വേണ്ടി. ഫോറസ്റ്റുകാർ പറയുന്നുണ്ട് ഇതിന്റെ NOC കിട്ടാത്തതുകൊണ്ടാണ് പണിയാത്തത്. അപ്പൊ ഫോറസ്റ്റുകാർ അങ്ങനെ അത് അനുവാദമില്ലാതെ പണി ചെയ്താൽ NOC കിട്ടാതെ പണി ചെയ്താൽ കേസായാൽ പിന്നെ അത് പ്രശ്നമാകും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞങ്ങൾ പണിയാത്തത്. പിന്നെ തൊഴിലുറപ്പ് പണിയുന്നുണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ അത് തൊഴിലുറപ്പ് വരാത്തതുകൊണ്ട് തൊഴിലുറപ്പ് പണിയുന്നില്ലായിരുന്നു. ഗൂഡലൂർക്കുടിയിൽ നിന്നും ആനക്കുളത്തേക്കുള്ള 5 കിലോമീറ്റർ റോഡ് യാഥാർത്ഥ്യമായാൽ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. ഇതിനായി പഞ്ചായത്ത് 10 കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ വനവകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ അനുമതിയും സഹകരണവും ആവശ്യമായതിനാൽ പദ്ധതി നടപ്പാക്കാൻ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.